പടച്ചവനെ കേരളത്തിലൊരു സംഭവം ഉണ്ടായടോ. അതാ പടച്ചവന് ഒരു സഹോദരൻ തന്റെ കൂടപ്പിറപ്പിനെ കൊല്ലാൻ നോക്കുകയാ. അവിടെ നിന്ന് കല്ലെടുത്ത് തലകിരിടിക്കുകയാണ്. ചോദിച്ചപ്പോ പറഞ്ഞത് അവനോട് മാത്രം ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വല്ലാത്ത സ്നേഹമാണ്, എന്നോട് സ്നേഹമില്ല. വേർതിരിവ് കൊലപാതകങ്ങളിൽ പോലും വരുമെന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അതുകൊണ്ട് ഒരിക്കലും മക്കളെ വേർതിരിച്ച് കാണാൻ പാടില്ല. ഉപ്പയും ഉമ്മയും മനസ്സിലാക്കേണ്ടത്, ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ചെറിയ മകനെയല്ല. അല്ലാഹുവേ, കല്യാണം കഴിഞ്ഞ് കാത്തു കാത്ത് ദുആ ചെയ്ത് നടന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് തന്നത് ഒന്നാമത്തെ മകനെയാ. ചില മാതാപിതാക്കള് മക്കള് കുരുത്തക്കേട് കാണിച്ചാൽ, അവൻ മോശമായ സ്വഭാവമുള്ളവനായാൽ പിന്നെ അവനെ എഴുതി തള്ളുകയാണ്. വാപ്പ പറയുന്നു, ഞാനിനി അവനോട് മിണ്ടുകയില്ല, അവന്റെ കാര്യം എന്നോട് പറയരുത് എന്ന് പറഞ്ഞ് എഴുതി തള്ളുകയാണ്. അങ്ങനെ എഴുതി തള്ളരുത് വാപ്പാ. എന്റെ ഉപ്പയോട് പറയുകയാണ്, വാപ്പാ, നിന്റെ മക്കളെ നീ എഴുതി തള്ളരുത്. അവനെ നന്നാക്കാൻ നോക്ക്, അവനെ നന്നാക്കാൻ പരിശ്രമിക്ക്. ഉമ്മാ, ഒരിക്കലും നീ നന്നാകില്ലടാ എന്ന് പറഞ്ഞ് ശപിക്കലല്ല, അവനെ പ്രാകലല്ല. അല്ലാഹുവേ, നിന്റെ നാവ് കൊണ്ട് നീ അവന് വേണ്ടി ദുആ ചെയ്യ്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവേ, ഒരിക്കലും നിങ്ങളുടെ മക്കളെ നിങ്ങൾ എഴുതി തള്ളാൻ പാടില്ല. അവൻ നന്നാകും ബാപ്പാ, അവനെ നന്നാക്കാൻ നിങ്ങൾ പരിശ്രമിക്ക്. നിന്റെ പൊന്നുമോനും മുടി വളർത്തിയവനാണ്, കീറിയ പാൻറ് ധരിക്കുന്നവനാണ്. ആ കോലം നോക്കിയിട്ട് ഒരിക്കലും അവൻ വൃത്തികെട്ടവനാണെന്ന് നീ പറയരുത്. മുടി വളർത്തിയ മക്കളാണെങ്കിലും ഒരുപാട് നന്മ ചെയ്യുന്ന കുട്ടികളുണ്ടടോ, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മക്കളുണ്ടടോ. എല്ലാവരും മോശക്കാരല്ലടോ. എന്റെ മാതാപിതാക്കളോട് പറയുകയാ, നന്നാകാൻ ദുആ ചെയ്യണേ. വാപ്പമാരെന്ന മക്കളോട് മിണ്ടാറില്ല, വാപ്പമാരെന്ന മക്കളോട് സംസാരിക്കാറില്ല. പടച്ചവനെ, എന്റെ അഭിമാനത്തോടെ പറയുന്നു, ഞാൻ എന്റെ മകനോട് മിണ്ടാറില്ല. പടച്ചവനെ, ഹിറ്റ്ലറെ പോലെയാണ് വാപ്പ, മക്കളോട് മിണ്ടാറില്ല, മനസ്സറിഞ്ഞ് സംസാരിക്കാറില്ല. സംസാരിക്കണം വാപ്പാ, നിന്റെ മകനല്ലേ, നിന്റെ മകളല്ലേ. പൊന്നാര മക്കളെ വഴിതെറ്റിപ്പോയി എന്ന് സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ആരാണ്, അവന്റെ പ്രയാസം എന്താണ്, അവന്റെ പ്രശ്നം എന്താണ്? വാപ്പയ്ക്കും ഉമ്മയ്ക്കും കേൾക്കാൻ സമയമുണ്ടാകണം. അവൻ പ്രായപൂർത്തിയായവനാകട്ടെ, അവന്റെ ചുമലിലൊന്ന് കൈയിട്ടിട്ട്, എന്തേ മോനെ നിന്റെ സങ്കടമെന്ത്, എന്തേ മോനെ നിന്റെ വിഷമമെന്ത്? അല്ലാഹുവേ, ഒരു പിതാവ് ചോദിക്കാൻ തയ്യാറായാൽ അവന് കള്ള് കച്ചവടതാ. പടച്ചവനെ, കഞ്ചാവടിക്കുന്നവന്റെ കൂടെ കൂടൂല, വൃത്തികെട്ടവന്മാരുടെ കൂടെ പോകൂല. പടച്ചവനെ, ഫ്രണ്ടാണെന്ന് പറഞ്ഞാ പോരാ, വാപ്പവന്റെ മകന്റെ കാര്യങ്ങളിൽ സമയം കണ്ടെത്താൻ കഴിയണമടോ. അതാ യാക്കൂബ് നബി അലൈഹിസ്സലാം, യൂസുഫ് എന്ന് പറയുന്ന തന്റെ 11ാമത്തെ മകനുണ്ടല്ലോ, ഒരു കണ്ട സ്വപ്നം പോലും തന്റെ വാപ്പയോട് പറയാൻ തയ്യാറായി, അത് കേൾക്കാൻ തയ്യാറായി. പടച്ചവനെ, കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ, സ്വപ്നം കണ്ട കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ യാക്കൂബ് നബി പറഞ്ഞ മറുപടി എന്താ? യാക്കൂബ് നബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ, പഠിക്കേണ്ട ഒരു കാര്യമാ, പഠിക്കേണ്ട ഒരു കാര്യമാ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചാരത്ത് തന്റെ പൊന്നാര മകൻ വന്നിട്ട് അവിടെ നിന്ന് കണ്ട ഒരു സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞപ്പോ യാക്കൂബ് നബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? قال يا بني لا تقصص رؤياك على إخوتك فيكيد لك كيدا إن الشيطان للإنسان عدو مبين. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മകനോട് പറയുകയാണ്, വാപ്പയ്ക്ക് മനസ്സിലായി സൂര്യനും ചന്ദ്രനുമെല്ലാം തന്റെ പൊന്നാര മകന് സുജൂദ് ചെയ്തു എന്ന് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോ ഇവന് സാധാരണ ഒരു മകനല്ലെന്ന് മനസ്സിലായി, ഇവന് സാധാരണ ഒരു പയ്യനല്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് യാക്കൂബ് നബി പറഞ്ഞത് നാട്ടുകാരോട് പറയരുതെന്നല്ല, കുടുംബക്കാരോട് പറയരുതെന്നല്ല. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മകനോട് പറഞ്ഞു, മോനെ, നീ
നിന്റെ സഹോദരങ്ങളോട് പോലും പറയരുത്, നീ നിന്റെ സഹോദരങ്ങളോട് പോലും പറയരുത്. യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടെന്ന് പറയുകയാണ്, നീ നിന്റെ കൂടപ്പിറപ്പുകളോട് പോലും പറയല്ലേ മോനെ, നിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്. കാരണം പടച്ചവനെ ശത്രുത വല്ലാതെ വർദ്ധിക്കുകയാ. പടച്ചവനെ കൂടപ്പിറപ്പുകൾ ഒരുത്തന് കിട്ടുന്നത് മറ്റൊരുത്തന് ഇഷ്ടമല്ലാത്ത കാലമാണോ, അത് ശത്രുതയുണ്ടാക്കുകയാണ്. മക്കളെ വളർത്തുമ്പോ എത്ര സൂക്ഷിക്കണമെന്നറിയോ? യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് എന്ന് പറയുന്ന ചെറിയ മകനോട് പറയുകയാണ്, ഈ സ്വപ്നം കണ്ടതിനെ കുറിച്ച് നീ നിന്റെ കൂടപ്പിറപ്പിനോട് പറയരുത്. ഫേസ്ബുക്കിൽ ഇടല്ലെന്നല്ല, നാട്ടുകാരോട് പറയരുതെന്നല്ല, സ്വന്തം കൂടപ്പിറപ്പിനോട് പോലും പറയരുത്. ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണോ? എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഇന്ന് മക്കള് വല്ലാത്ത ശത്രുതയിലാണ്. മാതാപിതാക്കളും മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുന്ന കാലമാ. ഒരുത്തനോട് വല്ലാത്ത സ്നേഹമാ, ഏറ്റവും ചെറിയ മകനോട് മാത്രം വല്ലാത്ത സ്നേഹം, മൂത്ത മകനോട് സ്നേഹമില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, മക്കൾക്കിടയിൽ ഒരിക്കലും വേർതിരിവ് കാണിക്കരുത്. പടച്ചവനെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എല്ലാവർക്കും ചെറിയ മക്കളോട് വല്ലാത്ത സ്നേഹമാണ്. അതാ ഒന്നാമത്തെ മകനോട് സ്നേഹം കുറവാണ്. എന്നാ സ്നേഹിക്കേണ്ടത് ആരെയാ? വാപ്പാ. എന്റെ ഉപ്പയും ഉമ്മയും മനസ്സിലാക്കേണ്ടത്, ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ചെറിയ മകനെയല്ല. അല്ലാഹുവേ, കല്യാണം കഴിഞ്ഞ് കാത്ത് കാത്ത് ദുആ ചെയ്ത് നടന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് തന്നത് ഒന്നാമത്തെ മകനെയാ. അവനെ മറന്നു പോകരുത്. ആദ്യമായിട്ട് കിട്ടിയ മകനായത് കാരണം അവനോട് വല്ലാത്ത സ്നേഹമായിരുന്നു, അവനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പടച്ചവനെ, രണ്ടാമതൊന്ന് വന്നപ്പോ ആ സ്നേഹം കുറയുകയാണ്. ഒരിക്കലും മക്കളുടെ ഇടയിൽ വേർതിരിവ് കാണിക്കരുത്. അത് സാധാരണ ഒരു തെറ്റല്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന്റെ മുന്നിലിരിക്കുമ്പോ ഒരു ചെറിയ മകൻ ഓടി വരികയാണ്, ഒരു ചെറിയ ആൺകുട്ടി കടന്നു വരികയാണ്. പടച്ചറപ്പേ, വാപ്പാടെ ചാരത്ത് കടന്നു വന്നു. വാപ്പ കെട്ടിപ്പിടിച്ച ചുംബനം കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ മകനാണ് നബിയേ, എന്റെ മകനാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പൊന്നാര മകന് ചുംബനം കൊടുത്തിട്ട് വാപ്പ പിടിച്ച് മടിയിലിരുത്തുകയാ. നിബിതങ്ങളൊന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ആ മനുഷ്യന്റെ പെൺകുട്ടി കടന്നു വരികയാ, തന്റെ പൊന്നുമോള് കടന്നു വരികയാണ്. ആ മകള് കടന്നു വന്നപ്പോ നിബിതങ്ങളോട് പറഞ്ഞു, നബിയേ, എന്റെ മോളാണ് നബിയേ, എന്റെ പൊന്നുമോളാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്. എന്നിട്ട് തന്റെ കുഞ്ഞിനെ താഴെ ഇരുത്തുകയാ. അല്ലാഹുവിന്റെ റസൂല കാഴ്ച കണ്ടപ്പോ മുഖമൊക്കെ ചുമക്കുകയാ. എന്നിട്ട് നബിതങ്ങളെ പറഞ്ഞു, നീ നീതി കാണിച്ചില്ല, നീ നീതി കാണിച്ചില്ല. അവിടെന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തനീതിയാണ് ഞാൻ കാണിച്ചത്? അവിടുന്ന് നബിതങ്ങളെ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നിന്റെ മോൻ കടന്നു വന്നപ്പോ അവന് ചുംബനം കൊടുത്തിട്ട് പിടിച്ച് നിങ്ങളെ മടിയിലിരുത്തി. പൊന്നുമോട് കടന്നു വന്നപ്പോ അവൾക്ക് ചുംബനം കൊടുത്തിട്ട് പിടിച്ച് താഴെ ഇരുത്തി. ഇത് ശരിയല്ല, ഇത് നീതിയല്ല. അല്ലാഹുവിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അതാ പടച്ചവനെ ചില മക്കളോട് വല്ലാത്ത സ്നേഹമാണ്. ജാഗവിഹിതം വെക്കുമ്പോ, കുടുംബ സ്വത്ത് വിഹിതം വെക്കുമ്പോ ഒരാൾക്ക് കൂടുതൽ കൊടുക്കുന്നു, പെൺകുട്ടികൾക്ക് കൊടുക്കുന്നു. പടച്ചവനെ, മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുന്ന വാപ്പാ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തില് നുഅ്മാൻ ഇബ്നു ബസീർ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നുഅ്മാൻ എന്ന് പറയുന്ന
പറയുന്ന എന്റെ മകനുണ്ടല്ലോ, അവൻ ഇൽമു പഠിക്കുന്നവനാണ്, അവൻ ഇൽമു പഠിക്കുന്ന ഒരു മുതഅല്ലിമാണ്, അവന് കച്ചവടവും മറ്റുള്ള കാര്യമൊന്നും അറിയില്ല നബിയെ, അവൻ എപ്പോഴും ഇൽമു പഠിക്കുന്നവനാണല്ലോ. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, എന്റെ സ്ഥലമുണ്ടല്ലോ, എന്റെ സ്ഥലം എന്റെ മകന് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നബിയെ. നുഅ്മാൻ എന്ന് പറയുന്ന, ബസീർ എന്ന് പറയുന്ന സ്വഹാബി ഉണ്ടല്ലോ, നബി തങ്ങളോട് പറയുകയാണ്, നുഅ്മാൻ എന്ന് പറയുന്ന എന്റെ മകന് മുതഅല്ലിമാണ്, അതുകൊണ്ട് ഇവന് മാത്രം ഞാൻ എന്റെ സ്ഥലം എഴുതി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു നബിയെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മറുപടി എന്തെന്നറിയുമോ? ബസീറേ, പ്രായമായി കിടക്കുമ്പോ നുഅ്മാൻ മാത്രം നോക്കിയാ മതിയോ ബസീറേ? നീ മരിച്ചാ മയ്യത്ത് കുളിപ്പിക്കാൻ, കഫം പൊതിയാൻ, മയ്യത്ത് ചുമക്കാൻ നുഅ്മാൻ മാത്രം വന്നാ മതിയോ ബസീറേ? വേറെ മക്കളൊന്നും വരണ്ടേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു അത് നീതിയല്ല, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു അത് നീതിയല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ഒരു പോരായ്മ എന്തെന്നറിയോ? കമ്പയർ ചെയ്യുകയാണ്, മക്കളെ പരസ്പരം കമ്പയർ ചെയ്യുകയാണ്, മക്കളെ രണ്ട് കണ്ണുകൊണ്ട് കാണുകയാണ്. വാപ്പ പറയുകയാ, അവനെ കണ്ടു പഠിക്കടാ, അവനെ കണ്ടു പഠിക്കടാ, നിന്റെ അനുജനെ കണ്ടു പഠിക്ക്, അവന് നല്ല ജോലിയുണ്ടല്ലോ, അവന് നല്ല സാലറി ഉണ്ടല്ലോ, അവൻ കഴിവുള്ളവനാണല്ലോ. നീ ഇങ്ങനെ മന്ദബുദ്ധിയായി പോയില്ലേ? ഒരു വാപ്പ മറ്റൊരു മകനോട് പറയുന്നു അവനെ കണ്ടു പഠിക്കാൻ. അയൽവാസികളുടെ മകളെ കണ്ടു, അവൻ 10ാം ക്ലാസ്സിൽ മുഴുവനും A+ ആണ്. നീ ഇങ്ങനെ നടക്കുകയാണ്. കമ്പയർ ചെയ്യല്ലേ, കമ്പയർ ചെയ്യല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾക്കിടയിൽ വല്ലാത്ത ശത്രുത വരികയാ, മക്കൾക്കിടയിൽ വല്ലാത്ത ശത്രുത വരികയാ. പടച്ചവനെ, കേരളത്തിൽ ഒരു സംഭവം ഉണ്ടായിടോ. അതാ പടച്ചവന് ഒരു സഹോദരൻ തന്റെ കൂടപ്പറപ്പിനെ കൊല്ലാൻ നോക്കുകയാ. അവിടെ നിന്ന് കല്ലെടുത്ത് തലകിലിടിക്കുകയാണ്. ചോദിച്ചപ്പോ പറഞ്ഞത്, അവനോട് മാത്രം ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വല്ലാത്ത സ്നേഹമാണ്, എന്നോട് സ്നേഹമില്ല. വേർതിരിവ് കൊലപാതകങ്ങളിൽ പോലും വരുമെന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അതുകൊണ്ട് ഒരിക്കലും മക്കളെ വേർതിരിച്ച് കാണാൻ പാടില്ല. അങ്ങനെ പടച്ചവര് യാക്കൂബ് നബി തന്റെ പൊന്നാര മക്കളെ വളർത്തുന്നത് അങ്ങനെ വേർതിരിവില്ലാഞ്ഞിട്ടാ. പടച്ചവനെ, യൂസുഫ് എന്ന് പറയുന്ന കുട്ടി ആരോടും ആ ചരിത്രം പറഞ്ഞില്ലടോ, സ്വപ്നം കണ്ടത് പറഞ്ഞില്ലടോ. പക്ഷേ മക്കൾക്ക് മനസ്സിലായി, യൂസുഫിനോട് മാത്രം വാപ്പയ്ക്ക് വല്ലാത്ത സ്നേഹമാ. 12 മക്കളിൽ 12 മക്കളിൽ 10 മക്കള് ആദ്യത്തെ ഭാര്യയിൽ നിന്നാണ്. ആദ്യത്തെ ഭാര്യയിൽ നിന്നാണ് 10 മക്കള്. പടച്ചവനെ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, ബിന്യാമീൻ എന്ന് പറയുന്ന അനുജൻ, ഇവർ രണ്ടുപേരും രണ്ടാമത്തെ ഉമ്മയിൽ നിന്നാണ്. പടച്ചവനെ, യാക്കൂബ് നബി അലൈഹിസ്സലാമിന് യൂസുഫ് എന്ന് പറയുന്ന മകനോട് വല്ലാത്ത സ്നേഹമാണ്. പടച്ചവനെ, ഇത് കണ്ടപ്പോ മറ്റുള്ള മക്കൾക്ക് മുഴുവനും വൈരാഗ്യമായി, അവർക്ക് വല്ലാത്ത ദേഷ്യമായി. അവര് വാപ്പയോട്, പടച്ചവനെ, എല്ലാവരും കൂടി ആലോചന നടത്തുകയാണ്. ഇവനെ കൊന്നുകളയണം, ഇവൻ പോയാലേ ഇനി വാപ്പ നമ്മളെ സ്നേഹിക്കൂ, ഇവൻ പോയാലേ വാപ്പയുടെ സ്നേഹം നമുക്ക് ലഭിക്കൂ. ചരിത്രം പഠിച്ചവരാണല്ലോ മക്കളെല്ലാവരും. വാപ്പയുടെ ചാരത്ത് ചെന്നിട്ട്, അനുജനെ ഞങ്ങളുടെ കൂടെ കളിക്കാൻ വിടണമെന്ന് പറഞ്ഞ് വാപ്പയോട് പറയുകയാണ്. വാപ്പ പറഞ്ഞു, ഇല്ല മക്കള്, നിങ്ങളെല്ലാവരും കളിക്കുന്ന സമയത്ത് അവനെ ചെന്നായ പിടിച്ചു കൊണ്ടുപോകുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഇല്ല ഉപ്പാ, അവൻ ഞങ്ങളുടെ അനുജനല്ലേ, ഞങ്ങളുടെ 10-11 പേരില്ലേ, ഞങ്ങളെല്ലാവരും കൂടെ അവനെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. അങ്ങനെ അവസാനം വാപ്പയുടെ ചാരത്ത് നിന്ന് യൂസുഫ് എന്ന് പറയുന്ന പൊന്നുമോന് അവര് വിളിച്ചു കൊണ്ടുപോവുകയാണ്. ചരിത്രം പറയുകയാ, യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് അവർക്ക് വല്ലാത്ത വൈരാഗ്യമായിരുന്നു. യൂസുഫ് നബിയെ കാലുകൊണ്ട് തട്ടുകയാണ്. അവസാനം പടച്ച റബ്ബേ, കൊല്ലാൻ വേണ്ടി പൊട്ടക്കിണറ്റിന് വലിച്ചെറിയുകയാ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവരെ കൊല്ലാൻ വേണ്ടി കിണറ്റിൽ വലിച്ചെറിഞ്ഞടോ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളെന്ന് പറഞ്ഞാൽ അവരെല്ലാം കണ്ടുപഠിക്കുകയാണ്, അവർക്കെല്ലാം മനസ്സിലാകുമടോ, അവർക്കെല്ലാം
തിരിയുമടോ പടച്ചവനെ. അങ്ങനെ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പൊന്നാര മക്കള് യൂസുഫ് എന്ന് പറയുന്ന തന്റെ കൂടപ്പുറപ്പിന് പൊട്ടക്കിണറ്റിൽ കൊണ്ട് വലിച്ചെറിയുകയാണ്. എന്നിട്ട് അവരെല്ലാവരും കൂടെ റബ്ബേ എപ്പോഴാണ് വീട്ടിലേക്ക് മടങ്ങി വരുന്നതെന്നറിയോ? അവരെല്ലാവരും എപ്പോഴാണ് വീട്ടിലേക്ക് മടങ്ങി വരുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പൊന്നാര മക്കള് അവരെപ്പോഴാ കടന്നു വരുന്നത്? വജാഉ അബാഹും ഇശാഅൻ യബ്കൂൻ. അവര് പാതിരാത്രിയാണ് കടന്നു വരുന്നത്. അവര് പാതിരാത്രിയാണ് കടന്നു വരുന്നത്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളെല്ലാവരും കൂടെ കൂടപ്പിറപ്പിനെ കൊല്ലാന് പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവേ അനുജന്റെ വസ്ത്രത്തിനകത്ത് രക്തം തേച്ചിട്ട് പാതിരാത്രിയിൽ കനന്നുകൊണ്ട് വാപ്പയുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. ഉപ്പാ, യൂസുഫിനെ കാണാനില്ല ഉപ്പാ. ഞങ്ങളുടെ സാധനങ്ങൾ വെച്ചിരുന്ന സ്ഥലത്ത് അവനെ കാവലിരുത്തിയിരുന്നു. അവനെ ചെന്നായ പിടിച്ചുകൊണ്ട് പോയി വാപ്പാ എന്ന് കരഞ്ഞുകൊണ്ട് യാക്കൂബ് നബിയുടെ മുമ്പിൽ തന്റെ പൊന്നാര മക്കള് വന്നത് രാത്രിയിലാ. രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയോ? രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രിക്ക് രണ്ട് പ്രത്യേകതയുണ്ട്. അതിലെ ഒന്നാമത്തെ പ്രത്യേകത എന്താ? രാത്രിയായ തെറ്റു ചെയ്യാനുള്ള അവസരം വളരെ കൂടുതലാ. തെറ്റു ചെയ്യാനുള്ള അവസരം വല്ലാതെ കൂടുതലാ. അത് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവുകയാണ്. പടച്ചവനെ, പകല് മുഴുവനും നല്ലവനാണ്, രാത്രിയായാൽ അവന്റെ സ്വഭാവം മാറുകയാണ്. നമ്മൾ പലപ്പോഴും നായ കാണാറുണ്ടല്ലോ. പകല് നടന്നു പോകുമ്പോ ശാന്തമായി കിടക്കുന്ന നായ്, സമാധാനത്തോടെ കിടക്കുന്ന നായ്, അതിന്റെ അടുക്ക പോയാ പോലും അത് അനങ്ങില്ലടോ. മിണ്ടാതെ കിടക്കുന്ന നായുണ്ടല്ലോ. രാത്രിയായാ പോകുന്ന കാറിന്റെ പുറകെ കുരച്ചു കൊണ്ടോടുകയാ. പടച്ചവനെ, സ്വഭാവം മാറുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, രാത്രിയിൽ പടച്ചവന് മനുഷ്യനെ തെറ്റു ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവുകയാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഇന്ന് ചെറുപ്പക്കാര് മുഴുവനും പുറത്താടോ. രാത്രിയായി കഴിഞ്ഞാൽ മക്കള് മുഴുവനും പുറത്താണ്. ആണുങ്ങളും പെണ്ണുങ്ങളും പുറത്താണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, വൈകുന്നേര സമയമായ നിങ്ങൾ കുട്ടികളെ പുറത്തു വിടല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മഗ്‌രിബിന്റെ സമയമായി കഴിഞ്ഞ നിങ്ങൾ കുട്ടികളെ പുറത്തു വിടരുത്. മറ്റൊരു ഹദീസിൽ കാണാം, പെണ്ണുങ്ങളെ പുറത്തു വിടരുത് എന്നാ. പടച്ചവരെ, ഇന്ന് മഗ്‌രിബിന്റെ 6 മണിയായ വാരിക്കെട്ടി ഇറങ്ങുകയാ. പാതിരാത്രി 1 മണിക്കല്ല, 2 മണിക്കല്ല, എവിടെ പോയാലും ചെറുപ്പക്കാരാടോ. അടുത്ത് വഴുത് കിടന്ന് തിരിച്ചു പോകുമ്പോ വെളുപ്പാങ്കാലത്ത് 3 മണിയായി. പടച്ചവനെ, ഉറക്കം വരുന്നു. അങ്ങനെ വണ്ടി നിർത്തിയിട്ടൊരു കടയിലേക്ക് കേറുമ്പോ 20 വയസ്സിന്റെ താഴെ പ്രായമുള്ള ആൺകുട്ടികളും പെണ്ണുകുട്ടികളും വെളുപ്പാങ്കാലത്ത് പടച്ചവനെ കടയ്ക്കകത്തിരിക്കുകയാണ്. അവരൊരുമിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രിയായ എല്ലാവരും പുറത്തിറങ്ങുകയാ. ഉമ്മയ്ക്ക് സമയമില്ല, വാപ്പയ്ക്ക് സമയമില്ല. മക്കളുടെ കയ്യിൽ താക്കോല് കൊടുത്തിരിക്കുകയാണ്. വിളിച്ച് ശല്യം ചെയ്യല്ലേ, തോന്നുന്ന സമയത്ത് വന്ന് കേറിക്കിടന്നോ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, രാത്രി പുറത്തിറങ്ങി നടക്കുന്നത് നല്ലതല്ല, കറങ്ങി നടക്കുന്നത് നല്ലതല്ല. അങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് മക്കള് വഴിതെറ്റി പോകുന്നത്, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളിൽ പോയി പെടുന്നത്. അതുകൊണ്ട് പടച്ചവര്, അല്ലാഹുവിന്റെ ദീന് പറഞ്ഞതെന്താ? നിങ്ങൾ നേരത്തെ ഭക്ഷണം കഴിക്കണേ, നിങ്ങൾ നേരത്തെ കിടന്നുറങ്ങണേ. ഇത് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചതാണോ? ഈ സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഉപ്പയോട് പറയുകയാണ്, 10 മണിക്ക് മുമ്പേ നിന്റെ മക്കളെ നീ വീടിന്റെ അകത്ത് കയറ്റ്. അത് നിർബന്ധമാക്ക്. രാത്രി പുറത്തിറങ്ങി നടക്ക
കിടക്കാൻ ഇത് സത്രമല്ലടാ മോനെ, ഇതെന്റെ വീടാണ്, ഇത് എന്റെ വീടാണ്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, ഈ വീട്ടിലെ ഭരണാധികാരി ഞാനാണ്, ഇവിടെ ഒരു നിയമമുണ്ട്, ഇവിടെ ഒരു നിയമമുണ്ട്, നീ പോകണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ 10 മണിയായ ഈ വീടിന്റെ അകത്ത് കയറിയിരിക്കണം, ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരണം സഹോദരാ, ഇല്ലെങ്കിൽ അവസാനം ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും. കാരണം രാത്രിയായി കഴിഞ്ഞ തെറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് വരികയാണ്. ഇബ്ലീസ് ഇറങ്ങുന്ന സമയമാണ്, ഇബ്ലീസ് കടന്നു വരുന്ന സമയമാണ്, വഴിതെറ്റിക്കുന്ന സമയമാണ്, മോശമായ സ്വഭാവങ്ങൾ തോന്നുന്ന സമയമാണ്. അതുകൊണ്ട് പടച്ചവരെ, ഉപ്പമാരോട് പറയുന്നു, ഉമ്മമാരോട് പറയുന്നു, മക്കളെ നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണേ, അടിച്ചു വിടല്ലേ, അടിച്ചു വിടല്ലേ, സ്വാതന്ത്ര്യം ഒരുപാട് കൊടുക്കല്ലേ, അത് അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. മക്കളെന്ന് പറയുന്നത് അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. നീ മഹാനാണെന്ന് പറഞ്ഞ കാര്യമില്ല, നീ നിസ്കരിക്കുന്നവനാണ്, നീ സദഖ കൊടുക്കുന്നവനാണ്, നീ ഒരുപാട് നന്മ ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് കാര്യമില്ല വാപ്പാ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ അല്ലാഹു നിന്റെ മക്കളെ കുറിച്ചും നിന്റെ ഭാര്യയെ കുറിച്ചും അല്ലാഹു വിചാരണ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിന്റെ മക്കളെ കുറിച്ച് നാളെ അല്ലാഹു നിങ്ങളോട് വിചാരണ ചെയ്യുമടോ. അതുകൊണ്ട് വാപ്പമാരെ, നേരത്തെ കാലത്തെ മക്കളെ വീടിന്റെ അകത്ത് കയറ്റണേ. നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും പുറത്ത് വിടരുത്. അവര് വഴിതെറ്റി പോകാനത് കാരണമാവുകയാണ്. മോശമായ സ്വഭാവങ്ങളിൽ പെട്ടുപോകാനത് കാരണമാവുകയാണ്. അതുകൊണ്ട് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, ആ യാക്കൂബ് നബിയുടെ മക്കളുണ്ടല്ലോ, തന്റെ കൂടപ്പിറപ്പിനെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞ് കൊല്ലാൻ നോക്കിയിട്ട് അവര് തിരിച്ചു വരുന്നത് ഇശാകടിഞ്ഞ പാതിരാത്രിയിലാണ് അവര് കടന്നു വന്നതെന്ന് ചരിത്രം അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ വല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മക്കള് തലതിരിഞ്ഞു പോകുന്ന കാലഘട്ടമാണ്, മോശമായ ജീവിതം നയിക്കുന്ന കാലഘട്ടമാണ്. ഇന്ന് മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹമില്ലാത്ത കാലഘട്ടമാണ്. സ്വന്തം വീടിന്റെ അകത്ത് പോലും സേഫ് അല്ലാത്ത കാലഘട്ടമാണ്. പഠിച്ചവനെ, സ്വന്തം മാതാവിന്റെ നഗ്നചിത്രം വരെ എടുത്തിട്ട് കാമുകനെ വെച്ച് കൊടുക്കുന്ന പെൺകുട്ടികളുടെ കാലമാ. സ്വന്തം മാതാവിന്റെ 10 മാസം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ നഗ്നചിത്രം വരെ മൊബൈലിൽ പകർത്തിയിട്ട് കാമുകന് കൊടുക്കുന്ന കാലമാടോ. സ്വന്തം മാതാവിന്റെ നഗ്നചിത്രങ്ങൾ പകർത്തിയിട്ട് വിറ്റ് കാശാക്കുന്ന മക്കളുടെ കാലമാടോ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ കൈപിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. അൽഹംദുലില്ലാഹ്, ബക്കറ്റുമായി കടന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അസ്സദഖത്തുറത്തുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, ഒരാളുടെയും 5 നയാ പൈസ അല്ലാഹുവിന് ആവശ്യമില്ല. ഒരാളുടെയും 5 നയാ പൈസ അല്ലാഹുവിന് ആവശ്യമില്ല. നീയാണ് ആവശ്യക്കാരൻ, നമ്മളാണോ ആവശ്യക്കാരൻ? നമ്മൾ കൊടുത്താൽ നമുക്കാണ് നേട്ടമുള്ളത്. നമുക്കുള്ള നേട്ടം എന്താണ്? വിപത്തുകൾ മാറുകയാണ്, ദുരന്തങ്ങൾ മാറുകയാണ്, അപകടങ്ങൾ മാറുകയാണ്, മാരകമായ രോഗങ്ങൾ മാറുകയാണ്, പടച്ചവനെ എല്ലാ മുസീബത്തുകളും മാറുകയാണ്. അസ്സദഖത്തുറത്തുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പടച്ചവനെ ഉസ്താദേ, ഏത് മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല. ഇനി പോകാൻ ഹോസ്പിറ്റലില്ല, ഇനി കഴിക്കാൻ മരുന്നുകളില്ല. സങ്കടം പറയുന്ന മുസ്ലിമേ,
രോഗം മാറാനൊരു മരുന്ന് പറഞ്ഞു തരട്ടെ, രോഗം മാറാനൊരു മരുന്ന് പറഞ്ഞു തരട്ടെ. പറഞ്ഞു തരുന്നത് ആരാണെന്നറിയോ? മഹാനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. നബി തങ്ങളാണ് പറഞ്ഞു തരുന്നത്. എന്താണ് മരുന്നെന്നറിയുവോ? നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട് സഹാബാ, അവർക്ക് രോഗം വന്നാ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവർക്ക് രോഗം വന്നാ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമടോ, അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമടോ. ഒരു ഡോക്ടറെ കാണാ 300-500 ഫീസാടോ. ബക്കറ്റ് നിന്റെ മുമ്പിൽ വരുന്നു, അല്ലാഹു തന്നതില്ലെന്നൊരൽപ്പം നീ കൊടുക്ക്. എന്നിട്ട് പടച്ചവനോട് പറയണമല്ലാ, മാരകമായ ഏതെങ്കിലും രോഗത്തിന്റെ അണുക്കള് എന്റെ ശരീരത്തിലുണ്ടോ? ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ, അറുത്ത് മുറിക്കല്ലേ അല്ലാ എന്ന നല്ല ഒരു നിയ്യത്തോടെ സദഖ നൽക്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലമ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും അൽഹംദുലില്ലാഹ് അവരവരുടെ കയ്യിലുള്ളതിൽ ഒരു നല്ല സദഖ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഞാൻ ഇരുന്ന് പ്രസംഗിച്ചോട്ടെ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നല്ല തണുപ്പുണ്ടല്ലേ? കുഴപ്പമില്ല, അതിലൊന്നും കാര്യമില്ല. അല്ലാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം എങ്ങനെയാണോ മക്കളെ വളർത്തിയെന്നറിയോ? യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കള് വലിയ കാഞ്ഞ ബുദ്ധി എല്ലാത്തിനും. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾ വാപ്പാന്റെ അടുക്കൽ വന്നിട്ട് യൂസുഫ് എന്ന് പറയുന്ന പൊന്നുമോന്റെ വസ്ത്രം കമീസ് കാണിച്ചിട്ട് പറഞ്ഞു, വാപ്പ മോനെ ചെന്നായി പിടിച്ചോണ്ടുപോയി. യാക്കൂബ് നബിക്ക് അറിയാൻ തന്റെ മകനെ ചെന്നായ പിടിച്ചിട്ടില്ല. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ഉറപ്പാ തന്റെ മകനെ ചെന്നായ പിടിച്ചിട്ടില്ല. നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. യാക്കൂബ് നബി അലൈഹിസ്സലാം ചെന്നായ പിടിച്ചു, തന്റെ മകനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് വസ്ത്രം കൊണ്ടു കൊടുത്തപ്പോ പടച്ചവനെ യാക്കൂബ് നബി പറഞ്ഞൊരു മറുപടി ഉണ്ട്. ചെന്നായ നല്ല ബുദ്ധിയുള്ള ചെന്നായിക്ക് നല്ല ബുദ്ധിയുണ്ടെന്ന്. എന്തേ? ബട്ടൻസ് പോലും പൊട്ടിക്കാതെ പിടിച്ചോണ്ട് പോയ ചെന്നായിക്ക് വല്ലാത്ത ബുദ്ധിയാണെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.
യാക്കൂബ് നബി അലൈഹിസ്സലാം നോക്കുമ്പോ തന്റെ യൂസുഫ് എന്ന് പറയുന്ന മകന്റെ ബട്ടൻസ് പോലും പൊട്ടിയിട്ടില്ല. അപ്പൊ യാക്കൂബ് നബി പറയുക, നല്ല ബുദ്ധിയുള്ള ചെന്നായ. കാരണം എന്താ, ബട്ടൻസ് പോലും പൊട്ടിക്കാതെ പിടിച്ചുകൊണ്ട് പോണെങ്കിലേ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അവിടെ മനസ്സിലാക്കേണ്ടത് വലിയ മനോഹരമായ ചരിത്രമാണ്. അങ്ങനെ പടച്ചവനെ കൊല്ലങ്ങൾ കഴിഞ്ഞുപോയി. യാക്കൂബ് നബി എപ്പോഴും യൂസുഫ് എന്ന് പറയുന്ന ഈ മകന്റെ ചിന്തയിലാണ്. വല്ലാത്ത ദാരിദ്ര്യം കടന്നു വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാ പടച്ചവനെ ഈജിപ്തിൽ മിസ്റിൽ നല്ല ഒരു ഭരണാധികാരി വന്നിട്ടുണ്ട്, പാവപ്പെട്ടവരൊക്കെ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ ചരിത്രം കേൾക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാ ഈ ചരിത്രം ഇങ്ങനെ കേൾക്കുന്നേ. അപ്പൊ പടച്ചവന് ഒരു നല്ല ഭരണാധികാരി, തന്റെ നാട് വല്ലാത്ത ദാരിദ്ര്യത്തിലാ. അപ്പോഴാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മക്കളെ എല്ലാവരെയും വിളിച്ചു. തന്റെ മക്കളെ എല്ലാവരെയും വിളിച്ചിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഈജിപ്തിലേക്ക് പോകണം, അവിടുത്തെ രാജാവിനെ കാണാൻ പോകണം. അവിടുത്തെ രാജാവാരാ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബിയുടെ ചരിത്രം നമുക്കറിയാം. അപ്പൊ യൂസുഫ് നബിയാണ് അവിടെ ഉള്ളത്. തന്റെ പൊന്നാര മക്കള് അവിടെ നിന്ന് കാണാൻ വേണ്ടി പോകുമ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇവിടെ മുതൽ നല്ലതുപോലെ കേൾക്കണം, ഇവിടെ മുതൽ മാതാപിതാക്കൾ നല്ലതുപോലെ കേൾക്കണം. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാണ്. അവിടെന്ന് പറയുന്നു, വഖാല യാ ബനിയ ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദ് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫരിഖാ. തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, മക്കളെ, നിങ്ങളെല്ലാവരും ഒരു രാജ്യത്തെ കൊട്ടാരത്തിലേക്ക് കടന്നു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 10 മക്കളും ഒരുമിച്ചാണ് പോകുന്നത്. 10 മക്കളും ഒരുമിച്ചാണ് പടച്ചവനെ കൊട്ടാരത്തിലേക്ക് കടന്നു പോകുന്നത്. യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുകയാണ്, നിങ്ങളെല്ലാവരും ഒരേ ഒരു വാതിലിലൂടെ കടന്നു പോകരുത്. നിങ്ങളെല്ലാവരും ഒറ്റ വാതിലിലൂടെ കൊട്ടാരത്തിന്റെ അകത്ത് കടക്കാൻ പാടില്ല. നിങ്ങൾ വേറെ വേറെ വാതിലിലൂടെ വേണം കടന്നു പോകാൻ. യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുത്ത ഒരു ഉപദേശമാണ്. എന്തിനാണിത് പറഞ്ഞതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, യൂസുഫ് നബി അലൈഹിസ്സലാം സൗന്ദര്യത്തെ കുറിച്ച് പഠിച്ചവരാ. അല്ലാഹുവേ, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വല്ലാത്ത ഗ്ലാമറായിരുന്നു. പടച്ചറപ്പേ, സൗന്ദര്യത്തിന്റെ നേറു പകുതി അല്ലാഹു കൊടുത്തത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. സൗന്ദര്യത്തിന്റെ നേറു പകുതി അല്ലാഹു നബി തങ്ങൾക്ക് കൊടുത്തു. പിന്നെ 50% 50-ൽ 25% മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന് കൊടുത്തു. പിന്നെ 25 ആ 25 ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാവർക്കും അല്ലാഹു കൊടുത്തിരിക്കുന്നത്. 25% ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വജനങ്ങൾക്കും അല്ലാഹു കൊടുത്തിരിക്കുന്നത്. എങ്കിലും ചിന്തിക്കടോ, യൂസുഫ് നബിയുടെ ഗ്ലാമർ ഒന്ന് ചിന്തിക്ക്. പടച്ചവനെ, അതാ യാക്കൂബ് നബിയുടെ മക്കളെല്ലാവരും കാണാൻ നല്ല സുന്ദരന്മാരാ, അവര് ഗ്ലാമറുള്ളവരാ. പടച്ചവനെ, 10 പേരും ഒരുമിച്ച് ഒരേ വാതിലിലൂടെ കടന്നു വരുമ്പോ ഏത് മനുഷ്യനും ഒന്ന് നോക്കി പോകുമടോ. വരച്ചു വെച്ചതുപോലെ 1, 2, 3, 4, 5, 6, 7, 10 ഇങ്ങനെ ഒരുമിച്ച് ഒരു കുടുംബത്തിലെ 10 മക്കൾ ഇങ്ങനെ നിരന്ന് കേറി വരുമ്പോ ഏത് മനുഷ്യനും ഒന്ന് നോക്കി പോകുമല്ലോ. അല്ലാഹുവേ, തന്റെ മക്കൾക്ക് കണ്ണ് തട്ടുമല്ലോ, കണ്ണേറ് കിട്ടുമല്ലോ. അതുകൊണ്ട് യാക്കൂബ് നബി പറയുന്നു, മക്കളെ, ഒരുമിച്ച് പോകല്ലേ, വേറെ വേറെ വാതിലിലൂടെ വേണം കടന്നു പോകാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം അവിടെ പറഞ്ഞു തരുമ്പോ ഇന്ന് പലർക്കും ഇതിലൊന്നും വിശ്വാസമില്ലടോ. ഇന്ന് പലർക്കും ഇതിൽ വിശ്വാസമില്ലടോ. നബിതങ്ങൾ പറയുകയാ, കണ്ണേറെ സത്യമാണ്, കണ്ണേറെ സത്യമാണ്. അത് നിസാരമല്ല, അത് നിസാരമല്ല. അല്ലാഹുവേ, ഒട്ടകത്തിലെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ ഖബറിലെത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
യാക്കൂബ് നബിയുടെ 10 മക്കൾ നല്ല ഗ്ലാമറുള്ള 10 ഒറ്റ വാതിലിലൂടെ കയറിപ്പോയാൽ ഏത് മനുഷ്യനെ നോക്കും? അതുകൊണ്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ എല്ലാവരും കൂടെ ഒരു വാതിലിലൂടെ കയറാതെ വേറെ വേറെ വാതിലിലൂടെ കടന്നു പോകണം. ഈ കണ്ണേർ എന്ന് പറയുന്നത് സാധാരണ ഒരു കാര്യമല്ല, അത് സിഹിറിനെക്കാളും അപ്പുറമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ കണ്ണും നാവും നമുക്കറിയില്ല. സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കിയിട്ട് ഗ്ലാമർ ഉണ്ടെന്ന് പറയാൻ പാടില്ല. ഇപ്പൊ വീട്ടിൽ പോയി കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ഇത്തിരി വെളുത്തോ അല്ല, കവളൊക്കെ ചാടിയോ അല്ല, ഗ്ലാമർ കൂടിയോ അല്ല, നീ നിന്റെ നാവ് കൊണ്ട് തന്നെ പറയരുത്. കാരണം നിന്റെ നാവ് എങ്ങനത്തതാണെന്ന് നിനക്കറിയില്ലല്ലോ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ ചിലരൊരു വാക്ക് പറഞ്ഞാൽ മതി അറം പറ്റും. ചിലരൊരു വാക്ക് പറഞ്ഞാൽ മതി. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കണ്ണെന്ന് പറയുന്നത് 3 രീതിയിലാണ്. കണ്ണെന്ന് പറയുന്നത് 3 രീതിയിലാണ്. പറയുന്നുണ്ട്, ഹദീസിൽ കാണാം. കണ്ണെന്ന് പറയുന്നത് 3 രീതിയിലാണ്. ഒന്നാമത്തെ കണ്ണ് ഐനുൻ ഹാസിദ്, അസൂയയുടെ കണ്ണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസൂയയുടെ കണ്ണ്. അസൂയയുടെ കണ്ണെന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹു നിങ്ങളുടെ പള്ളിയിലെ ഖതീബ് നല്ല മനോഹരമായ ശബ്ദം അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഒരാൾ ആഗ്രഹിക്കുന്നു, പടച്ചോനെ, എനിക്ക് അതുപോലെ എന്റെ മോന് ശബ്ദമുണ്ടായിരുന്നെങ്കിൽ മനോഹരമായ രീതിയിൽ ഖുർആൻ ഓതുമല്ലോ. നിങ്ങളുടെ നാട്ടിൽ ആർക്കെങ്കിലും അള്ളാഹു ഒരു നിഅമത്ത് കൊടുത്തു, പടച്ചോനെ, എനിക്ക് അതുപോലെ എനിക്ക് കുറച്ച് സമ്പത്ത് കിട്ടിയിരുന്നെങ്കിൽ എനിക്കും പാവങ്ങൾക്ക് കൊടുക്കാം, നല്ല കാര്യങ്ങൾ കൊടുക്കാം. ഇതല്ല. അള്ളാഹുവേ, അവൻ യതീംഖാനയിലാകണേ അള്ളാഹ് ആഗ്രഹിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരാൾക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന നിഅമത്ത് നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുക. നിനക്ക് കിട്ടണമെന്നല്ല, നിനക്ക് കിട്ടണം, അവനും കിട്ടണമെന്നല്ല. അള്ളാഹു ഒരാൾക്ക് കൊടുത്തിരിക്കുന്ന നിഅമത്ത് നീങ്ങണം, അവൻ യതീംഖാനയിലാവണം, അവൻ കൊത്തുവാള എടുക്കണം. ഇതാണ് നമ്മുടെ ആഗ്രഹം. ഇങ്ങനെയുള്ള ഒരു കണ്ണുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ കണ്ണെന്ന് പറയുന്നത് അത്ഭുതത്തിന്റെ കണ്ണാണ്. നമ്മൾ പേടിക്കേണ്ടത് ഇവിടെയാണ്. ചിലർക്ക് അത്ഭുതമാണ്, വല്ലാത്ത അത്ഭുതം. എന്തൊരു വീടാ, ഒരൊറ്റ പറച്ചലാ. എന്തൊരു വീടാണ് പടച്ചവനെ, എന്താ അല്ലാഹ് ഇങ്ങനെ അത്ഭുതത്തോടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അവര് മനസ്സിലൊന്നും ചിന്തിച്ചിട്ട് പറയുന്നതല്ല. അവരത് പറയുമ്പോൾ ഒന്നും ചിന്തിച്ചിട്ട് നശിച്ചു പോകണമെന്ന ആഗ്രഹത്തോടെ പറയുന്നതല്ല. അവരിങ്ങനെ പറയുന്നതാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, തെളിവ് ചോദിക്കുന്നവരുണ്ടല്ലോ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും പടച്ചവനെ മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ്. മദീനയിലേക്ക് പോകുമ്പോ ജുഹഫ് എന്ന് പറയുന്ന സ്ഥലമെത്തി. ജുഹഫ് എന്ന് പറയുന്ന സ്ഥലമെത്തിയപ്പോ നബിതങ്ങളും സ്വഹാബത്തും റെസ്റ്റ് എടുക്കുകയാണ്. നബിതങ്ങളും സ്വഹാബത്തും റെസ്റ്റ് എടുക്കുകയാണ്. പടച്ച റബ്ബേ, അങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോ സഹൽ റളിയല്ലാഹു തആല അൻഹു, സഹൽ എന്ന് പറയുന്ന അതാ ചെറുപ്പക്കാരനായ സഹാബിയുണ്ടല്ലോ, അവിടത്തെ കമീസ് ഊരുകയാ. അവിടത്തെ കമീസ് ഊരുകയാ. കമീസ് ഇങ്ങനെ ഊരിയപ്പോ മഹാനായ ആമിർ റളിയല്ലാഹു തആല അൻഹു, ആമിർ എന്ന് പറയുന്ന സഹാബിയുണ്ടല്ലോ, പടച്ചവരെ, സഹൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം കണ്ടപ്പോ, ആ ബോഡി കണ്ടപ്പോ, ആ നിറം കണ്ടപ്പോ ആമിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വല്ലാഹി മാ റഅയ്തു. മഹാനവടെന്ന് പറയുകയാണ്, ആമിർ തങ്ങൾ പറയുന്നു, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഇതുപോലെ ഒരു മനുഷ്യര്, ഇതുപോലെ ഒരു ശരീരം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. സഹൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ നിറം കണ്ടപ്പോ, ആ ബോഡി കണ്ടപ്പോ, ഖമീസ് ഊരിയിട്ട് നിൽക്കുന്ന സഹൽ തങ്ങളെ കണ്ടപ്പോ ആമിർ തങ്ങൾ പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഇതുപോലെ ഒരു ശരീരം, ഇതുപോലെ ഒരു ശരീരം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആമിർ പറഞ്ഞു തീരുമ്പോ സഹൽ റളിയല്ലാഹു തആല അൻഹു നിന്ന നിപ്പിന് താഴെ വീഴുകയാണ്. നിന്ന നിപ്പിന് താഴെ വീഴുകയാണ്. സ്വഹാബത്ത് ഓടി ചെന്നു. എന്താണ് സംഭവം എന്നറിയില്ല. ബോധം കെട്ട് താഴെ വീണ സഹൽ റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് എടുത്തു കൊണ്ടുപോവുകയാണ്. നബി തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുപോയടോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, നിന്ന നിപ്പിന് വീണതാണ് നബിയേ.
നിന്ന നിപ്പിന് വീണതാണ് നബിയെ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സഹാബ? നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആമിർ ഇങ്ങനെ ഒരു വാക്കു പറഞ്ഞു നബിയേ. ആമിർ ഇങ്ങനെ ഒരു വാക്കു പറഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആമിറേ, നീ നിന്റെ കൂടപ്പിറപ്പിനെ കൊല്ലാൻ നോക്കുകയാണോ? നീ നിന്റെ കൂടപ്പിറപ്പിനെ കൊല്ലാൻ നോക്കുകയാണോ? നബി തങ്ങളുടെ മറുപടിയായിരുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വെള്ളം ഓതുകയാണ്. ആമിർ തങ്ങളെ പടച്ചവനെ സഹല് തങ്ങളുടെ മുഖത്തൊടിക്കുകയാണ്. അപ്പോഴാണ് അവിടുന്ന് ബോധം തിരിച്ചു വന്നതെന്ന് ചരിത്രം അവിടുന്ന് പഠിപ്പിക്കുമ്പോ, മക്കളെ സൂക്ഷിക്കേണ്ട ഒരുപാട് കാര്യമുണ്ടല്ലോ. കണ്ണീരെന്ന് പറയുന്നത് സത്യമാണോ? പടച്ചവനെ അത്ഭുതത്തിന്റെ കണ്ണ്, അത്ഭുതത്തിന്റെ കണ്ണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കണ്ണ് ഏതെന്നറിയുമോ? ഐനുൽ ഖാതില, കൊന്നുകളയുന്ന കണ്ണാടോ, കൊന്നുകളയുന്ന കണ്ണാടോ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എല്ലാവരും സ്റ്റാറ്റസിന്റെ കാലമാണല്ലോ, സ്റ്റാറ്റസ് ഇടുന്ന കാലമാണല്ലോ. വീട് വെക്കുമ്പോ പഠിച്ചവരെ, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ചോദിക്കട്ടെ, നിന്റെ മക്കള് 10ാം ക്ലാസ്സിൽ A+ വാങ്ങിച്ചു, അത് നല്ല കാര്യമാണ്, നിന്റെ മക്കളുടെ സൗഭാഗ്യമാണ്, നിന്റെ മക്കള് കഴിവുള്ളവരാണ്. എന്തിനാ മക്കളെ സ്റ്റാറ്റസ് ഇടുന്നത്, നാട്ടുകാരോട് കാണിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, റോഡിലൂടെ നടന്നു പോകുമ്പോ നിന്റെ പൊന്നാര മകളുടെ ഫ്ലക്സ് കാണുമ്പോ മകളോട് പറയുന്നു, ഇതുപോലെ എന്തൊരു ബുദ്ധിയാണ്, ഇവളെ കണ്ടുപഠിക്ക്. പടച്ചവനെ, പോകുന്നവരും വരുന്നവരും പറയുകയാണ്, എന്തൊരവസ്ഥയാടോ. പിന്നെ മക്കൾക്ക് പടച്ചവനെ അങ്ങനെ നടക്കുന്നവരുണ്ടോ? അല്ലാഹുവേ, നല്ല കാര്യമാണ്. പള്ളിയിൽ ഇതുപോലെ ഉറൂസ് കടന്നു വരുമ്പോ, നല്ല നല്ല വാദിന്റെ മജ്‌ലിസുകൾ കടന്നു വരുമ്പോ, അതാ അങ്ങനെയുള്ള മക്കളെ ആദരിക്കാറുണ്ട്. അതൊക്കെ വേറെ കാര്യം. പടച്ചവനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതും ഇങ്ങനെ ചെയ്യുന്നതും തെറ്റാടോ? അതിലൂടെ നിന്റെ മക്കൾക്ക് ഭവിഷ്യത്ത് കടന്നു വരികയാണ്, നാശം കടന്നു വരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, കണ്ണീരെന്ന് പറയുന്നത് നിസ്സാരമല്ല, കണ്ണീരെന്ന് പറയുന്നത് നിസ്സാരമല്ല. അതുകൊണ്ടാണ് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നബി തങ്ങളുടെ പൊന്നാര മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ, ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന 2 മക്കളുണ്ടല്ലോ, ഫാത്തിമയുടെ മക്കളാണല്ലോ. ഹസനും ഹുസൈനും വല്ലാത്ത സൗന്ദര്യമാ. റസൂലിന്റെ കൊച്ചുമക്കളായ ഹസനും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ, 2 മക്കളെയും പുറത്തു വിടുമ്പോ നബി തങ്ങൾ ഒരു ദുആ പഠിപ്പിച്ചു കൊടുത്തു. ഫാത്തിമയ്ക്ക് ഒരു ദുആ പഠിപ്പിച്ചു കൊടുത്തു. തന്റെ മക്കളുടെ തലയിൽ ആ ദുആ ചെയ്തു ഊതുമായിരുന്നു, തന്റെ മക്കളെ മന്ദിക്കുമായിരുന്നു. പടച്ചവനെ, തന്റെ മക്കളുടെ തലയിൽ ഈ ദുആ ചെയ്തിട്ട് ഫാത്തിമ ബീവി ഓതി ഊതുമായിരുന്നു. എന്നിട്ടാണ് മക്കളെ പുറത്തു വിടുന്നത്. എന്റെ മാതാപിതാക്കളോട് പറയുകയാണ്, അല്ലാഹു നൽകിയ നമ്മുടെ മക്കളെ പുറത്തേക്ക് വിടുമ്പോ ഈ ദുആ ഊതി ഊതിയിട്ട് വേണം പുറത്തു വിടാൻ. ആ ദുആ ആര് പഠിപ്പിച്ചതാണെന്നറിയോ? ആ ദുആ ആര് പഠിപ്പിച്ചതാണെന്നറിയോ? ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം യാക്കൂബ് നബി അലൈഹിസ്സലാമിന് പറഞ്ഞു കൊടുത്ത ദുആയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, ഇതൊന്നും വെറുതെയല്ലടോ, ഇതൊന്നും വെറുതെയല്ലടോ, നിസ്സാരമാക്കേണ്ട കാര്യമല്ലടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മക്കളെ കൊട്ടാരത്തിലേക്ക് രണ്ടാമത് പറഞ്ഞു വിടുമ്പോ അവിടുന്ന് കൊടുത്ത ഉപദേശം ഇതാണ്, അവിടുന്ന് കൊടുത്ത ഉപദേശം ഇതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബി പഠിപ്പിച്ച 5ാമത്തെ ഉപദേശം എന്തെന്നറിയോ? അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തടോ. തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്. അല്ലാഹുവിനെ പരമേൽപ്പിക്കാൻ, ഏത് കാര്യവും അല്ലാഹുവിനെ പരമേൽപ്പിക്കാൻ യാക്കൂബ് നബി തന്റെ പൊന്നാര മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. റബ്ബേ,
യൂസുഫ് എന്ന് പറയുന്ന ചെറിയ മകനെ ചെറിയ പ്രായത്തിലാണ് നഷ്ടപ്പെടുന്നത്. അല്ലാഹുവേ, തന്റെ പൊന്നാര മകന് മരിച്ചുപോയെന്ന് കൂടപ്പറപ്പുകൾ പറയുമ്പോ യാക്കൂബ് നബി വിശ്വസിച്ചില്ല. തന്റെ പൊന്നാര മകനെ തെരഞ്ഞു വിടുകയാണ്. കൂടപ്പറപ്പുകളോട് പറയുന്നു, ജനങ്ങൾ കൂടുന്ന സ്ഥലത്ത് പോകാറ്, യൂസുഫിനെ തെരയാറ്, യൂസുഫിനെ തെരയാറ്. പടച്ചവരെ, യൂസുഫ് എന്ന് പറയുന്ന ഒരു ചിന്തയിലാണ്. അല്ലാഹുവേ, തന്റെ പൊന്നാര മകൻ എന്തായാലും അല്ലാഹു തിരിച്ചു തരുമെന്ന് യാക്കൂബ് നബിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവർ, അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല യാക്കൂബ് നബി അലൈഹിസ്സലാം അതാ യൂസുഫ് എന്ന് പറയുന്ന മകനെയും അധികാരവുമെല്ലാം തിരിച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ എല്ലാവർക്കും തവക്കൽതു അലല്ലാഹ് എന്ന് പറയാൻ കഴിയില്ല. ഞാൻ എന്തിനാണ് ഇത് പറയുന്നതെന്നറിയോ? പടച്ചവനെ, ചില മാതാപിതാക്കള് മക്കള് കുരുത്തക്കേട് കാണിച്ചാൽ, അവൻ മോശമായ സ്വഭാവമുള്ളവനായാൽ പിന്നെ അവനെ എഴുതി തള്ളുകയാണ്. വാപ്പ പറയുന്നു, ഞാനിനി അവനോട് മിണ്ടുകയില്ല, അവന്റെ കാര്യം എന്നോട് പറയരുത് എന്ന് പറഞ്ഞ് എഴുതി തള്ളുകയാണ്. അങ്ങനെ എഴുതി തള്ളരുത് വാപ്പാ. എന്റെ ഉപ്പയോട് പറയുകയാണ്, വാപ്പാ, നിന്റെ മക്കളെ നീ എഴുതി തള്ളരുത്. അവനെ നന്നാക്കാൻ നോക്ക്, അവനെ നന്നാക്കാൻ പരിശ്രമിക്ക്. ഒരിക്കലും നീ നന്നാകില്ലടാ എന്ന് പറഞ്ഞ് ശപിക്കലല്ല, അവനെ പ്രാകലല്ല. അല്ലാഹുവേ, നിന്റെ നാവ് കൊണ്ട് നീ അവന് വേണ്ടി ദുആ ചെയ്യ്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവേ, ഒരിക്കലും നിങ്ങളുടെ മക്കളെ നിങ്ങൾ എഴുതിത്തള്ളാൻ പാടില്ല. അവൻ നന്നാകും ബാപ്പാ, അവനെ നന്നാക്കാൻ നിങ്ങൾ പരിശ്രമിക്ക്. നിന്റെ പൊന്നുമോനും മുടി വളർത്തിയവനാണ്, കീറിയ പാൻറ് ധരിക്കുന്നവനാണ്. ആ കോലം നോക്കിയിട്ട് ഒരിക്കലും അവൻ വൃത്തികെട്ടവനാണെന്ന് നീ പറയരുത്. മുടി വളർത്തിയ മക്കളാണെങ്കിലും ഒരുപാട് നന്മ ചെയ്യുന്ന കുട്ടികളുണ്ടടോ, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മക്കളുണ്ടടോ. എല്ലാവരും മോശക്കാരല്ലടോ. എന്റെ മാതാപിതാക്കളോട് പറയുകയാ, അവൻ നന്നാകാൻ ദുആ ചെയ്യണേ, അവൻ നന്നാകാൻ ദുആ ചെയ്യണേ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു, ഫുളൈൽ തങ്ങളുടെ ചരിത്രം പഠിച്ചിട്ടുണ്ടോ? ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ലോകമറിയുന്ന പണ്ഡിതന്, അല്ലാഹുവേ, അലി എന്ന് പറയുന്ന ഒരു പൊന്നാര മകനുണ്ടായിരുന്നു. ഉമ്മമാരേ, പറഞ്ഞാൽ അനുസരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ എഴുതി തള്ളുന്ന ഉമ്മ, അവൻ വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞ് എഴുതി തള്ളുന്ന വാപ്പാ, മക്കളെ നന്നാക്കാൻ ഒരു വഴി പറഞ്ഞു തരാ, മക്കളെ നന്നാക്കാൻ ഒരു വഴി പറഞ്ഞു തരാ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു, അലി എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു. അവനെ നന്നാക്കാൻ ഒരുപാട് പരിശ്രമിച്ചു, അവനെ നല്ലതുപോലെ പഠിപ്പിച്ചു, അറിവുകൾ പറഞ്ഞു കൊടുത്തു, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവനെ നന്നാക്കാൻ ഒരുപാട് പരിശ്രമിച്ചു. പക്ഷേ അലി എന്ന് പറയുന്ന മകൻ നന്നാകുന്നില്ല, അനുസരിക്കുന്നില്ല. ലോകമറിയുന്ന പണ്ഡിതനാണ്. മഹാനവറുകളുടെ അലി എന്ന് പറയുന്ന മകനുണ്ടല്ലോ, ആ മകൻ അനുസരിക്കുന്നില്ല, നല്ല സ്വഭാവങ്ങളില്ല. പടച്ചവനെ, അവന് മടിയാടോ, ഇബാദത്തുകൾ ചെയ്യാൻ അവന് വല്ലാത്ത മടിയാ. എത്ര പറഞ്ഞു നോക്കിയിട്ടും പന്റെ പൊന്നാര മകൻ നന്നാകുന്നില്ല. തങ്ങൾ അവന് വെറുത്തില്ല, തങ്ങൾ അവനെ വെറുത്തില്ല, അവനോട് മിണ്ടാതെ നടന്നില്ല. ഒരു ദിവസം തന്റെ പൊന്നാര മകനെ കൈപിടിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മകനെ വിളിച്ചുകൊണ്ട് വന്ന് നിസ്കാരപ്പായിലിരുത്തുകയാണ്. ഇവിടെ ഇരിക്കടാ എന്ന് പറഞ്ഞ് തന്റെ പൊന്നാര മകനെ കൊണ്ടുവന്ന് അടുത്തിരുത്തിയിട്ട് ഫുളൈൽ തങ്ങൾ അവിടെ നിന്ന് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞപ്പോ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനോട് പറയുന്നു, അല്ലാഹ്, എന്റെ അലി എന്ന് പറയുന്ന ഈ പൊന്നുമോനെ ഞാൻ അറിവ് പഠിപ്പിച്ചു കൊടുത്തു പടച്ചവനെ, ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു പടച്ചവന്. അവനെ നന്നാക്കാൻ ഞാൻ ഒരുപാട് പരിശ്രമിച്ചു പടച്ചവന്. പരാജയപ്പെട്ടു പോയി റബ്ബേ, പരാജയപ്പെട്ടു പോയി റബ്ബേ. എന്നിട്ട് ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പടച്ചവനോട് പറയുകയാ, തവക്കൽതു അലല്ലാഹ്, ഞാൻ
ഇവനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു അല്ലാ, ഇവനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു അല്ലാ, ഇവനെ നന്നാക്കണമല്ലാ, ഇവനെ നീ നന്നാക്കി തരണമല്ലാ. അലി എന്ന് പറയുന്ന പൊന്നാര മകനെ കൊണ്ടുപോയി പടച്ച റബ്ബിനെ ഏൽപ്പിക്കുകയാണ്. ഇവനെ നീ നേരെയാക്കണം, ഇവനെ നീ നേരെയാക്കണം, അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞിടോ ഇയാദിന്റെ അലിയാരെന്ന് പറയുന്ന മകനുണ്ടല്ലോ, അവൻ ഖുർആൻ കേൾക്കുകയാ, അവനിങ്ങനെ ഖുർആൻ കേൾക്കുകയാ. അള്ളാന്റെ ഖുർആൻ അവിടുന്ന് കേട്ട് കഴിഞ്ഞപ്പോ അവനതിനൊരു ലഹരിയാവുകയാണ്, അവനതൊരു ലഹരിയാവുകയാണ്. പിന്നെയും പിന്നെയും പാരായണം ചെയ്യുകയാണ്. പിന്നെ 24 മണിക്കൂറും ഖുർആനായി അവൻ ഖുർആൻ പഠിക്കാൻ തുടങ്ങി, അവൻ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, അലിയ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ പറവകൾ പോലും പറന്നു വരുമായിരുന്നു. തങ്ങളുടെ അലി എന്ന് പറയുന്ന മകനുണ്ടല്ലോ, അവസാനം ഖുർആൻ ഓതിയിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്. ആ പൊന്നുമകൻ മരിക്കുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞത് എന്ന് ചരിത്രം പറയുമ്പോ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യ്, പടച്ച റബ്ബിനോട് നിന്റെ മക്കള് നന്നാകാൻ ദുആ ചെയ്യ്. അവനെ പടച്ചവനെ ഏൽപ്പിക്ക്, അവനെ പടച്ചവനെ ഏൽപ്പിക്ക്. അല്ലാഹു അവനെ നന്നാക്കി തരും ബാപ്പാ. നിന്റെ ദുആയോളം വലിപ്പമുള്ള വേറെ ഒന്നുമില്ല ഉമ്മമാരേ, നിന്റെ ദുആയോളം വലിപ്പമുള്ള വേറെ ഒരു ദുആ ഇല്ല ഉമ്മ. അതുകൊണ്ട് വാപ്പമാരോട് പറയുകയാ, അല്ലാഹുവിനെ കുറിച്ച് മക്കളോട് പറഞ്ഞു കൊടുക്ക്, അല്ലാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്ക്. ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുന്ന കാലമാ, പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. സങ്കടമുണ്ടായ, സാമ്പത്തിക പ്രയാസമുണ്ടായ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലടോ. എന്നാൽ അല്ലാഹുവിനെ